ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു പെസ്സിൻ്റെ. പക്ഷെ ആ ഒരു വീഡിയോയിൽ നമ്മൾ തോറ്റിരുന്നു. മറ്റേ 50 പോയിൻ്റ് കളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അത് തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അത് കളിച്ച് എന്തായാലും നമ്മൾ ഇന്ന് കോയ എടുക്കുമായിരിക്കും. ഇന്നലെ നമ്മുടെ ഫോൺ ഭയങ്കര സ്റ്റക്കായിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഛർദി ആയത് കാരണം എൻ്റെ ശബ്ദത്തിനൊക്കെ കുറച്ച് കുഴപ്പമുണ്ട്. അത് കാരണം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ചെറിയ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ശബ്ദമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ടാണ് പറഞ്ഞത്. എന്നാൽ പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ അത്ര ആക്റ്റീവ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഡെയിലി ഗെയിം ഇന്ന് നമുക്ക് ആ കറക്കളത് കിട്ടും ഗൈസ്. അപ്പം ഇപ്പോൾ ട്രിക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്പിൻ ചെയ്യാം ഗൈസ്. ലൂയിസ് ഡൈസ് എങ്ങനെങ്കിലും കിട്ടാത്തത് നന്നായിരിക്കും ഗൈസ്. ഡൈസിന് ഒരു നല്ല കാർഡാണ് ഡൈസിൻ്റെ. നമുക്ക് ഡൈസിൻ്റെ സ്പിൻ ചെയ്യാം ഗൈസ്. ഡേയ്സിനെ കിട്ടും. അത്ര അടിപൊളിയായിരിക്കും ഗൈസ്. എൻ്റെ ഒരു വിങ് നമുക്ക് അടിപൊളിയായി കളിപ്പിക്കാൻ പറ്റും. ഇതിലൊരു CB ഉണ്ട് അല്ലേ? ഇതെന്ത് പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. അതിൻ്റെ അടിപൊളിയാവുന്നു. അടിപൊളി തന്നെ. ഇതിലാകെ 5 പ്ലേസ് ഉള്ളൂ അല്ലേ? 5 സ്പിന്ന് ചെയ്യുമ്പോഴേക്കും എല്ലാ പ്ലേസിനും കിട്ടും ഗൈസ്. അങ്ങനെ തോന്നുന്നു, അറിയില്ല. നമുക്ക് ട്രിക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ചെക്ക് ചെയ്ത് പിന്നെ അടുത്തതിൻ്റെ അടിയത്തെ പ്ലെയറിനെ കളിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 ഡീറ്റെയിൽസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊന്നും. അടുത്തതിൻ്റെ ഒരു അടിപൊളി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. പിന്നെ ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ മതി. 1 3 4 5 6 7 8 9 10 11 12 13 സ്ട്രിക്ക് ചെയ്യാൻ ഗൈസ്. നമുക്ക് 13 കളിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 സ്പിൻ ഗൈസ്. നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്. സെൻറ്റർ ഫോർവേഡ് മറ്റേ മെബൂമാണ് ഗൈസ് സെക്കൻഡ് ഉള്ളത്. സെൻറ്റർ ഫോർവേഡ് ആവശ്യമില്ല ഗൈസ്. എനിക്ക് കുറച്ച് പ്ലേസിനൊക്കെ റിലീസ് ചെയ്യാണ്ട് ഗൈസ്. റിലീസ് ചെയ്യണം. കിട്ടിയില്ല, കുഴപ്പമില്ല. അടുത്ത സ്പിൻ നമുക്ക് വേറെ ട്രിക്ക് ആയിട്ട് എന്നിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ കളിക്കാം ഗൈസ്. ഇതിലെന്താ വന്നിരിക്കണം ഗൈസ്? കാറ്റഗറി ഇത്. ഞാൻ കളിച്ചിരുന്നു. 5 നോമിനേറ്റ് 100 കിട്ടും ലാസ്റ്റ്. അതിനുള്ളൂ. നമുക്ക് ഇത് കളിച്ചിട്ട്
സെറ്റാക്കണം ഗൈസ്. കഴിഞ്ഞ മാച്ചിൽ എനിക്ക് കോയിൻ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഈ മാച്ചിൽ നമ്മൾ എന്തായാലും കോയിൻ എടുക്കും ഗൈസ്. കൊടുത്തു ഗൈസ്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പുതിയൊരാളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വല്ല കൂട്ടുകാരന്മാരുണ്ടെന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല മൂക്കടപ്പൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ ടീം നമുക്ക് നോക്കാം. എൻ്റെ ടീം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് അവൻ്റെ DMF അത്യാവശ്യം അടിപൊളി കാർഡാണ്. DMF അടിപൊളിയാണ്, അത്യാവശ്യം അടിപൊളി കാർഡാണ്. ബാക്കിയൊക്കെ എംബാപ്പെ എടുത്തുണ്ട്, ഇവനെ എടുത്തുണ്ട്, ഇവനുണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. ഇല്ലാത്തത് ഇവന് ഈ 2 പ്ലേയേഴ്സ് മാത്രമാണ്. സബിൽ അത്യാവശ്യം ഇവനുണ്ട്. ഞാൻ സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയില്ല. ഇവനുണ്ട്. കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ഇല്ലാത്ത അവനെടുത്തുള്ളത്. അവനെടുത്ത് ഇല്ലാത്ത കുറേ എന്നെടുത്തുണ്ട് ഗൈസ്. അക്കൗണ്ടിനനുസരിച്ചല്ല. പെസ് പറയുമ്പോൾ, ഫുട്ബോൾ പറയുമ്പോൾ കളിപ്പിക്കുന്നതിലാണ് കാര്യം. എത്ര രൂപ കൊണ്ടുണ്ടെന്ന് വെച്ചാലും. പക്ഷേ നല്ല രൂപ കൊണ്ടുപോയാൽ അങ്ങനെ പറ്റില്ല. ഗോളിയൊക്കെ ഒന്നും പെട്ടെന്നാവില്ല. ഗോളി എൻ്റെ എനിക്കിനി കിട്ടാനുള്ളത് ഗോളിയാണ്. അടിപൊളിയായിട്ട് ഗോളി എപ്പോഴെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പിന്നീട് എടുക്കും. നമ്മൾ ഇറക്കേണ്ടത് നമ്മൾ പ്രൊഫഷണൽ വിന്നേഴ്സ്. എടോ സണ്ണി വിട്ടിട്ടോ ഇവിടെ മൈക്കിൾ ചെടി ബാക്ക് ഇറങ്ങണ മൈക്കിൾ ചാൻസ്. ഗോളി അത്യാവശ്യം നല്ല 98 സ്ട്രെങ്ത് കുറവാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലാവുന്ന ഗോളിയാണ്. നല്ല ലാഗ് ഉണ്ട് ഗൈസ് എന്ന് പറയാം. അത്യാവശ്യം ലാഗ് നല്ലോണമുണ്ട്. അയ്യോ ഫെർണാണ്ടസ് എടുത്തരാം. വാസനത്തെ ഒരു അടിപൊളി അവൻ്റെ മറ്റൊന്ന് മുഖമൊക്കെ എന്തോ ഗോൾഡ് അത് കെട്ടി പോയപ്പോൾ എടുത്ത കാർഡാണ് അവൻ്റെ. മറ്റേ ഹൈലൈറ്റ്സിൽ വന്നത് അതാണ് കുറച്ച് അടിപൊളിയാണത്. അവരായിട്ട് വാങ്ങിച്ചു ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം ഗൈസ്. ടൈം അത്രയൊന്നും ആയിട്ടില്ല. നമുക്ക് ടിക്കി താക്കാൻ കൗണ്ടർ ഇടാം ഗൈസ്. പക്ഷെ എൻ്റെ പ്ലേയേഴ്സ് ചിലപ്പോൾ ടിക്കി താക്ക ഇടുമ്പോൾ തെറ്റും ഗൈസ്. ഇങ്ങനെ മേത്തട്ടി തെറിച്ചു കൊടുക്കും. അതാണ് ടിക്കി താക്കിടുമ്പോൾ ആദ്യം വരുന്ന പ്രശ്നം ഗൈസ്. ലോങ് ബോൾ കൗണ്ടറാണ്. പെട്ടെന്നൊരു ലോങ് ബോളാണ് മുടിക്കും. നല്ല രീതിയിലാണ് പോയി ബോള്. ഒരു ഷെവ കൂടി കയറി എടുത്തു. ക്ഷമിച്ചാൽ ഗോളെടുത്തുണ്ട്. ഞാൻ എൻ്റെ ടീമിൻ്റെ ഫോം ഔട്ട് പ്ലേസിന് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റം വിട്ടുപോയി. ഒന്നുമോ കളിക്കുന്നില്ലല്ലോ ഗൈസ്. ഒന്നുമോ ഇത് ഒരു മിനിറ്റ് സ്പീഡ് ചെറിയ ചേഞ്ചസൊക്കെ വരുത്താണ്ട്. ഇതിൽ മെസ്സി അവിടെ കളിക്കണില്ല. നമുക്ക് മെസ്സിനെ മാറ്റണമെന്ന് ഗൈസ്. എനിക്കവിടെ മെസ്സിനെ വച്ചിട്ട് കാര്യം ഇറക്കണം. ഇവനെ ഇറക്കി നോക്കാം. ഗ്രീൻവുഡിനെ ഇറക്കാം. ഗ്രീൻവുഡ് ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇറക്കണം. നമുക്ക് കളിക്കും തോന്നുന്നു. അയ്യോ അടുത്ത ഇതിന് നമുക്ക് മാറ്റാം. ഇത് ചരിത്രമുണ്ട് ഗോള് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ദിമിത്തർ ബെർബേറ്റുവിനെ കൊണ്ട് എൻ്റെ പോസ്റ്റിക്ക് ഇങ്ങനെ അടിച്ച് വയ്ക്കുന്നുണ്ട്. എൻ്റെ വേറൊരു അക്കൗണ്ട് വെച്ചിട്ട് ഈ അക്കൗണ്ട് ഒരു ഇത് മാച്ച് ഡിബ്രൂണി
ഈ എഡ്മിൽസൺ അവിടെ ഒരു ഗോൾ അടിച്ചു. ഈ കളിയും തോറ്റതിനോ നോക്കാനാണ് ഗൈസ്. തിക്കിതാക്കി ഇടണം, അതിൻ്റെ തിക്കിതാക്കി ഇട്ട് പിടിക്കാൻ ഗൈസ്. നമുക്കിന് ഇതാണ് ഡയറക്റ്റ് നമുക്ക് പിന്നെ ഡയറക്റ്റ് പാസ് ഞങ്ങളുടെ കാര്യക്ക് പാസിങ് അത് ഇരുന്ന സെറ്റ് വേറെ കൊണ്ട് വരും. ബെറ്റിസ്റ്റൂട്ട എന്നാ ബെറ്റി ഇങ്ങനെ കളിക്കുന്ന ബെറ്റി സീനുള്ള ബെറ്റി. എഡ്മിൽസൺ പോയി ബോൾ ഗൈസ്. എന്താണ് ഈ എഡ്മിൽസൺ ഉണ്ട്. ഫെർമിൻലൂപ്സ് അവിടെ പ്ലെയറിന് കവർ ചെയ്യും. എന്തോ ജസ്റ്റ് പിച്ചിങ് കൊടുത്ത ഗോളാകളോ നോക്കില്ല. ഒപ്പിക്കണം ജയിക്കണം ഗൈസ്, എങ്ങനെങ്കിലും ജയിക്കണം. ഇത് ലോങ് വർക്കൗട്ട് നടത്തുന്നുണ്ട്. ഇത്ര വേണ്ടിയിട്ടില്ല, അത്ര ശരിയായി ഇങ്ങോട്ട് ഗെയിംസിലൊക്കെ എന്താ പറയുക എങ്ങനെ പോകുന്നത്. ഇപ്പൊ ഗെയിംസിലാണ് ലാസ്റ്റ് നമ്മൾ കയറി 2 ഗോൾ അടിച്ചോ. എനിക്ക് ഇങ്ങനെ ഗോളടിക്കണം എന്നെ കുട്ടിക്ക് സുഖമായിട്ടില്ല ദിവസമായിരിക്കും. ഞാൻ വിറ്റ് വീഡിയോ ഉണ്ടോ, ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ട് പിന്നെ കളിച്ചു. വീഡിയോ എടുത്തിട്ട് കളിച്ചപ്പോൾ എനിക്ക് സുഖമായിട്ട് ജയിക്കില്ലായിരുന്നു ഡിവിഷൻ. പക്ഷേ ഇപ്പം ചെറിയ ലാഗിങ്ങൊക്കെ ഉണ്ട്. ഹാഫ് ടൈം നമുക്ക് കൊടുക്കണം ഗൈസ്. ഫെർണാണ്ടോ ടോറസിനെ ഇറക്കണം. മേസൺ ഗ്രീന് സാധത്തെ കളികളിൽ വെച്ചിട്ടുണ്ട്. രണ്ടിനെതിരെ വീട്ടിട്ടുണ്ട് ഗൈസ്. ആദ്യത്തെ ഗോൾ നമ്മൾ ഗ്രീനോട് നല്ല കളി കളിക്കുന്നുണ്ട്. ഈ മേശ ഫോട്ടോ ഇങ്ങനെ കളിക്കുന്നില്ല. ബെഡ്സിയുടെ ഫോമല്ല ഇവരെ ഞാൻ വീഡിയോയുടെ നേരത്തെ ഒരു വീഡിയോ അല്ലേ അത് ഞാൻ ഫെർണാണ്ടോസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫെർണാണ്ടോസിനെ ഇറക്കി കളിക്കും. സൂപ്പർ സബാണ്. ഇബ്രാഹിച്ചു ഐക്യുണ്ട്, പക്ഷെ സ്റ്റിൽ ഇല്ല. അതിന് ഇത് ടീച്ചർ ഇവൻ്റെ കളറാണ്. എടുക്കണം, കംബാക്ക് അടിക്കണം. നമ്മളതിലാണ് കേസാണ് ഫെർണാണ്ടോസ് സ്റ്റെക്കായി. അവനടുത്ത് കാലത്ത് മാത്രം ഇങ്ങനെ സ്റ്റെക്കാണത്. അപ്പോൾ എഡ്മിൽസൺ എടുക്കറാത് എന്താ ഇങ്ങനത്തെ കഷ്ടം മാറ്റി നോക്കിട്ടായിരിക്കും. എന്താ കുത്ത് ഒരു കുത്ത് എന്താകണ്ടേ എൻ്റെ ഇവിടെ ഗുഡ് ചാൻസ് പോയി. ഉള്ളിയർക്കാനാണ് ഗോളി പോകുന്നത്. എൻ്റെ ഉള്ളിയർക്കാൻ പിന്നെ മറ്റേ കൂട്ടുകാരൻ്റെ ഉള്ളിയർക്കാൻ
അടുത്ത ഗോള് വിജയിച്ചു കൂടും. ഇനി കളി മാറ്റി പിടിക്കാം. ടെക്നിക്ക് മാറ്റിക്കണേ. തിക്കിതാക്കാൻ വേണ്ട. കണ്ടില്ലേ സ്റ്റെക്കാവുക എൻ്റെ വിളിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ടെക്നിക്ക് മാറ്റിയിട്ട് അതിന് പിടിക്കാൻ പറ്റില്ല. കർണാടക സൂപ്പർ തന്നെ. പിന്നെ അടിച്ച് കയറ്റി കർണാടക വിചാരിച്ചാൽ കളിപ്പിക്കണം. കളിപ്പിച്ചിട്ട് വെച്ചാൽ അടിക്കില്ല. നേരെ കളിപ്പിച്ച് അടിക്കുന്നേ ഉള്ളൂ കർണാടക ആവശ്യം. അതാ ഫെർമിൻലോ ഷവർ വേണ്ട. ഫെർമിൻലോ എല്ലാം ഇട്ടെടുത്ത് പുറത്ത് കടിച്ചു. ഞാൻ അവിടെ നിന്ന് പോയി വിചാരിച്ചു. മുളക്കടർ ചെന്തോ അമ്പോ ഒരു കാര്യം വെച്ചാൽ മൈക്ക് ഇന്ത്യൻ. അപ്പോൾ എനിക്കും കാര്യമൊക്കെ അറിയാം. എൻ്റെ റിലേഷന് അവിടെ കുഡ്ര വെച്ചു. ഞങ്ങളുടെ വേണ്ടിക്ക് അടച്ചത് ഗോളാണ്. കൂടി വലിച്ചിട്ട് കൊണ്ടുവരുന്നു ഡിബ്രൂണി. അതിൻ്റെയൊക്കെ ഡിബ്രൂണി സീനാണ്. മറ്റേ എന്നെ ഡിബ്രു അയ്യോ എൻ്റെ ഒക്കിന് എൻ്റെ അടുത്തൊക്കെ ഓടിച്ചു പറഞ്ഞു. എൻ്റെ ഒക്കിനടുന്ന് പറ്റിയിട്ടില്ല. ഉടൻ പൊട്ടിച്ചു കേസ്. അപ്പോൾ പോടാ 88 മിനിറ്റ് ആടാ. ഇതും തോറ്റു കേസ്. ഒരു ഗോളിന് പോകും. എന്താ ഗൈസ് എങ്ങനെ ലെക്കില്ലാക്കി അങ്ങനെ ജയിക്കണ ഗെയിം പ്ലേ മാത്രം ഇടായിരുന്നില്ല. ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയ വീഡിയോ വരും. താങ്ക് യു.